वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। अष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्ठिकी। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधाकान्त नमस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। ईश्वर परम कृष्ण सच्चिदानन्द विग्रह अनादिरादिर् गोविन्द सर्वकारणकारणं जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। चैतन्यमनोभीष्टं स्थापितं येन भूतले स्वरूपगदामायं आदिस्वतां जय श्री प्रभुपाद की जय। ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 34. ചഞ്ചലം ഹി മനഃ കൃഷ്ണ ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാദി ബലവദ്ദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുസ്കരം ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാദി ബലവദ്ദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുസ്കരം ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാദി ബലവദ്ദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുസ്കരം. चञ्चलं हि मनः कृष्ण प्रमादी बलवद्दृढं तस्याहं निग्रहं मन्ये वायोरिव सुदुष्करं चञ्चलं हि मनः कृष्ण प्रमादी बलवद्दृढं तस्याहं निग्रहं मन्ये वायोरिव सुदुष्करं चञ्चलं हि मनः कृष्ण
ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായുരിവ സുദുഷ്കരം ചഞ്ചലം ഹി മനഃ കൃഷ്ണ ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാദി ബലവദൃഢം പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ തസ്യാഹം നിഗ്രഹം മന്യേ വായുരിവ സുദുഷ്കരം വായുരിവ സുദുഷ്കരം ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായുരിവ സുദുഷ്കരം ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായുരിവ സുദുഷ്കരം ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായുരിവ സുദുഷ്കരം ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായുരിവ സുദുഷ്കരം ചഞ്ചലം ഹി മനഃ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായുരിവ സുദുഷ്കരം. വിവർത്തനം. മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ്. കൃഷ്ണ, അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഭാവാർത്ഥം. ജയശ്രീല പ്രഭുപാദ്. മനസ്സ് ബുദ്ധിക്ക് വഴങ്ങണമെന്നാണ് പ്രമാണം. എന്നാൽ ചിലപ്പോൾ ബുദ്ധിയെ മനസ്സിന്റെ ശക്തിയും വാശിയും കീഴടക്കി കളയുന്നു. പ്രായോഗിക ജീവിതത്തിൽ അസംഖ്യം ശത്രുക്കളോട് പൊരുതേണ്ടി വരുന്ന മനുഷ്യന് തീർച്ചയായും മനോനിയന്ത്രണം പ്രയാസമുള്ളതാണ്. ശത്രുമിത്രങ്ങളെ സമദൃഷ്ടിയ കാണുന്ന ഒരു മാനസികാവസ്ഥ കൃത്രിമമായി സ്വീകരിക്കാൻ കഴിഞ്ഞേക്കുമെങ്കിലും വാസ്തവത്തിൽ ഒരു പ്രാപഞ്ചിക മനുഷ്യനും സാധ്യമല്ല. കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ ദുഷ്കരമാണത്. വൈദിക ശാസ്ത്രത്തിൽ കഠോപനിഷത്ത് പറയുന്നു, ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവ തോ ബുദ്ധിം തോ സാരഥിം വിദ്ധി മനഃ പ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാനാഹുർ വിഷയാംസ്തേഷു ഗോചരൻ ആത്മേന്ദ്രിയമനോയുക്തം ഭോക്തേത്യാഹുർമനീഷിണഃ. ഭൗതിക ദേഹമാകുന്ന രഥത്തിലെ തേരാളിയാണ് ജീവാത്മാവ്. ബുദ്ധിയാണ് അതിനെ നയിക്കുന്ന സാരഥി. മനസ്സ് കടിഞ്ഞാണ്. ഇന്ദ്രിയങ്ങൾ കുതിരകളുമത്രേ. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും സമ്പർക്കത്താൽ ജീവൻ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അഭിജ്ഞരായവർ ഇത് മനസ്സിലാക്കുന്നു. മനസ്സിന് വഴികാട്ടേണ്ടതാണ് ബുദ്ധി. എങ്കിലും തന്റെ വാശിയും ബലവും കൊണ്ട് പലപ്പോഴും അത് ബുദ്ധിയെ കീഴടക്കുന്നു. കടുത്ത രോഗബാധ ഔഷധങ്ങളുടെ ശക്തിയെ തോൽപ്പിക്കുന്നത് പോലെ. അങ്ങനെ വഴക്കമില്ലാത്ത ഒരു മനസ്സിനെ യോഗചര്യ കൊണ്ട് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അർജുനനെ പോലുള്ള ഒരു പ്രാപഞ്ചികന് അത് സാധ്യമല്ല. ആധുനിക മനുഷ്യരെ കുറിച്ച് പിന്നെ എന്തു പറയാനാണ്? സമുചിതമായൊരു ഉപമയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആഞ്ഞടിക്കുന്ന കാറ്റിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. പ്രക്ഷുബ്ധമായ മനസ്സിനെ പിടിച്ചു നിർത്താൻ അതിലുമധികം പ്രയാസമുണ്ട്. ചൈതന്യ മഹാപ്രഭു നിർദ്ദേശിക്കുന്നത് പോലെ ഹരേ കൃഷ്ണ എന്ന മോക്ഷദായക മഹാമന്ത്രം ഏറ്റവും വിനയത്തോടെ ജപിക്കുക മാത്രമാണ് മനോനിയന്ത്രണത്തിലെ ഏറ്റവും പ്രയാസം കുറഞ്ഞ ഉപായം. സവൈ മനഃ കൃഷ്ണ പദാരവിന്ദയോ എന്നതാണ് ഇതിന് നിർദ്ദിഷ്ടമായ പദ്ധതി. തന്റെ മനസ്സ് പൂർണ്ണമായി കൃഷ്ണനിൽ അർപ്പിക്കുക. എന്നാൽ മാത്രമേ മനസ്സിനെ അലട്ടുന്ന മറ്റു പ്രവൃത്തികളിലെല്ലാം ഇല്ലാതാവുകയുള്ളൂ. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തിൽ പറയുന്നത് മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ്. കൃഷ്ണ, അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏതിനേക്കാളും പ്രയാസമാണ്? കാറ്റിനെ പിടിച്ച് നിർത്താൻ പറ്റുമോ? ഇവിടെ പറയുന്ന കാറ്റിനെ മുഴുവൻ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. പക്ഷെ ഇവിടെ പറയുന്നു കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമേറിയതാണ്. ഇതാരെടുത്ത പറഞ്ഞത്? അർജുനൻ. അപ്പൊ അർജുനന് എന്ത് സാധിക്കുമായിരുന്നു? കാറ്റിനെ പിടിച്ചു നിർത്തുന്നത്.
കാരണം അവരെല്ലാം യുദ്ധം ചെയ്യുമ്പോൾ ഒരു അസ്ത്രം വിട്ടിട്ട് വെള്ളം ഭൂമിക്കകത്തുനിന്ന് എടുക്കും അല്ലെ. ഭീഷ്മര് വെള്ളം ചോദിച്ചപ്പോൾ വെള്ളത്തിന് വേണ്ടി ഓടിയായിരുന്നോ? എല്ലാവരും ഓടി, പക്ഷെ ആരും ഓടിയില്ല. അർജുനൻ ഓടിയില്ല. അർജുനൻ എന്താ ചെയ്തത്? അമ്പ് ചെയ്തിട്ട് ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം എടുത്തു. അപ്പൊ അർജുനന് അത്രയും കഴിവുണ്ട്. അതേ അർജുനനെ എന്തിനെ പിടിച്ച് നിർത്താൻ പറ്റും? കാറ്റിനെ പിടിച്ച് നിർത്താൻ പറ്റും. പക്ഷെ അർജുനനെ എന്തിനെ പിടിച്ച് നിർത്താൻ പറ്റിയില്ല? മനസ്സ് ഏറ്റവും പ്രയാസമേറിയതാണ് എന്നുള്ളതാണ്. അപ്പോ ഈ മനസ്സാണ് ഇപ്പൊ അർജുനന് പറ്റാത്ത മനസ്സ് തന്നെയാണ് ആർക്കുള്ളതെന്ന് നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? തീർന്നു, ഫിനിഷ്. അത് പ്രത്യേകിച്ച് ഏത് യുഗത്തിലാ? അർജുനന് കലിയുഗത്തിലാണെങ്കിലും അർജുനൻ തുടക്കത്തിലാണ് അല്ലെ, ദ്വാപരയുഗത്തിന്റെ എൻഡില്ല. പക്ഷെ നമ്മൾ ഏത് യുഗത്തിലായിരിക്കുന്നത്? കലിയുഗത്തിന്റെ തുടക്കത്തിലാണ്. അപ്പൊ നമ്മുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ ഇനി പോകുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലെ? നമ്മുടെ കയ്യിലായിരിക്കില്ല മനസ്സുകളല്ല. മനസ്സെല്ലാം ആരുടെ കയ്യിലായിരിക്കും? ഏയുടെ കയ്യിലായിരിക്കും. ആണ്, ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴും നമ്മുടെ കയ്യിലല്ല മനസ്സ്. നമ്മൾ നിയന്ത്രിക്കുന്നത് പോലെയല്ല നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. വേറെ ആരൊക്കെയോ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പം എന്ത് നോക്കണമെന്ന് ആര് തീരുമാനിക്കും? വേറെ ആരെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളല്ല തീരുമാനിക്കും. അപ്പോൾ അതാണ് നമ്മുടെ അവസ്ഥ. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സ് ഭയങ്കര വീക്കാവും. അങ്ങനെ വീക്കായ മനസ്സുകൊണ്ട് നമുക്ക് എന്ത് കിട്ടില്ല? സമാധാനം കിട്ടില്ല. അപ്പോൾ മനസ്സ് ചഞ്ചലമായിട്ട് തന്നെ ഉണ്ടാവും, എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. മനസ്സിൽ എന്തുണ്ടാവില്ല? ഒരിക്കലും ഇതുണ്ടാവില്ല. അപ്പോൾ ഇത് കാരണം എന്തുകൊണ്ട് വെച്ചാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെല്ലാം എന്തിനാണെന്ന് വെച്ചാൽ ശരീരത്തിൽ. ഏതൊക്കെ ശരീരം? ഒന്ന് കാണാൻ പറ്റുന്ന ശരീരം, പഞ്ചഭൂതം കൊണ്ട് നിർമ്മിച്ച ശരീരം. ഇതിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. കുറച്ചുകൂടെ അകത്ത് പോയാൽ ഏത് ശരീരത്തിന് നോക്കും നമ്മൾ? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. അതെന്താണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അത് രണ്ടും ഭൗതികം തന്നെയാണ്. പക്ഷെ നമ്മൾ ഏതിനെ നോക്കണം? രണ്ടും ശരീരം തന്നെയാണ്. നമ്മൾ ഏതിനെ നോക്കണം? അപ്പോൾ ആത്മാവിനെ നോക്കണം. അതീന്ദ്രിയമായ കാണാൻ പറ്റാത്ത ആത്മാവിനെ കാണണം. എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കാൻ പറ്റൂ. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണമെന്ന് പറയുന്നു അല്ലെ. പക്ഷെ അത് ആധ്യാത്മിക തലത്തിലുള്ളതാണ്. മനസ്സെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്തതാണ്, സട്ടിലായിട്ടുള്ളതാണ്. ആ മനസ്സിനെ നിയന്ത്രിക്കണം. അതുകൊണ്ടാണ് പ്രയാസം. ഇപ്പൊ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണ് വേണമെങ്കിൽ കെട്ടിവെക്കാം. ഗാന്ധാരി ചെയ്തതുപോലെ എന്ത് ചെയ്യാം? കണ്ണിനെ ലൈഫ് ടൈം കെട്ടിവെക്കാൻ സാധിക്കും. പക്ഷെ മനസ്സിനെ എങ്ങനെ കെട്ടിവെക്കും? പറ്റുമോ? പറ്റില്ല. അപ്പോൾ മനസ്സിനെ അത് കാണാൻ പറ്റാത്തതുകൊണ്ട് അത് പ്രയാസമേറിയതാണെന്ന് പറയാൻ കാരണം എന്തുകൊണ്ട് വെച്ചാൽ അതിനെ കാണാൻ പറ്റും. പക്ഷെ അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് ഏതിനേക്കാളും ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നു? ഈ കാണാൻ പറ്റുന്ന ഇന്ദ്രിയത്തിനേക്കാളും ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഈ ക്ഷണം ഞാൻ അമേരിക്കയിലിരിക്കും ഇപ്പോൾ വേണമെങ്കിൽ അല്ലെ, അവിടുത്തെ കാര്യങ്ങൾ മുഴുവനും ചിന്തിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഒറ്റ സെക്കൻഡിൽ. അപ്പോൾ എത്ര ഫാസ്റ്റാണ് മൈൻഡ്? ഇതാണ് മൈൻഡ് സ്പീഡ് എന്ന് പറയുന്നത്. മൈൻഡ് സ്പീഡ് ഭയങ്കര ഫാസ്റ്റാണ്. 100 വർഷത്തിന് മുമ്പുള്ള കാര്യം എനിക്ക് ഇപ്പോൾ ചിന്തിക്കാൻ പറ്റും, പക്ഷെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. 100 വർഷത്തിൽ അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് മുമ്പുള്ള വ്യക്തിയായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല അല്ലേ. പക്ഷെ മനസ്സെന്ത് ചെയ്യും? മനസ്സ് പ്രവർത്തിക്കും. അപ്പോൾ ഒരാളുടെ മനസ്സ് ചിലപ്പോൾ എപ്പോഴും ചെറുപ്പമായിട്ട് തന്നെ ചെയ്യും. പക്ഷെ പ്രായം എവിടെയാകും? ശരീരത്തിന് പ്രായമാകും. അപ്പോൾ അവരറിയില്ല. ശരീരത്തിന് പ്രായമാകുന്നത് അവർക്ക് അറിയില്ല. എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സെങ്ങനെയായിരിക്കുന്നത്? ചെറുപ്പമായിട്ട് തന്നെ. അപ്പോൾ അവരിങ്ങനെ ഓടിച്ചാടി നടക്കാമെന്നൊക്കെ വിചാരിക്കും, ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു സ്റ്റെപ്പ് 4 സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ തറയിൽ വീണ് പോകും. കാരണം എന്തുകൊണ്ട്? അവരുടെ ബോഡി അവർക്ക് ഹെൽപ്പ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാർ ചിലപ്പോൾ നിന്നാൽ തിരിഞ്ഞാൽ വീണവർ. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സ് പോലെ മനസ്സവിടെ ഉണ്ട്, പക്ഷെ ആ ബോഡി ടക്കെന്ന് തിരിയില്ല. ബാലൻസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അവരുടനെ ചെറിയ കല്ലിൻ്റെ മേലെ ചവിട്ടിയാൽ അവർ വീഴും. അപ്പോൾ അവരെന്ത് ചെയ്യും? വളരെ കെയർഫുള്ളായിട്ട് നടക്കും. അപ്പോൾ മനസ്സിൻ്റെ അവസ്ഥ ആലോചിച്ചു. ഇതാണ് മനസ്സ്. ഈ മനസ്സിനെ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നതെല്ലാം ആ ശരീരത്തിനെയാണ് ശ്രദ്ധിക്കുന്നത്, ആത്മാവിനെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ചഞ്ചലം. നമ്മുടെ മനസ്സിന് മുഴുവൻ ചഞ്ചലം ഉണ്ടാകുന്നത് എന്താണ്? ആത്മാവിനെ ശ്രദ്ധിക്കാത്തതാണ്. ഇനി എന്താ പറയുക വെച്ചാൽ നമുക്ക് അൺലിമിറ്റഡ് ഡിസയർ എന്നൊരു കണക്കുണ്ടാവും. എണ്ണി എടുത്താൽ ഇത്രയും എനിക്ക് ഉള്ളൂ, പ്രശ്നം എനിക്ക് വേറെ ഒരു ആഗ്രഹമില്ല. ഒറ്റ ആഗ്രഹം പറയുന്നുള്ളൂ. എനിക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് സ്പിരിച്വൽ ആകട്ടെ അല്ലെങ്കിൽ മെറ്റീരിയൽ ആകട്ടെ, എനിക്ക് ഒരു ആഗ്രഹമുള്ളൂ. കൃഷ്ണന്റെ അടുത്ത് പോകണം, ഒരാഗ്രഹം പറയാം. അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്?
കൃഷ്ണന്റെ അടുത്ത് പോകുന്നതിൽ കൂടെ 10-15 ആഗ്രഹം വെച്ചിരിക്കും. കൃഷ്ണന്റെ അടുത്ത് പോകണം, പക്ഷെ അവിടെ നമ്മൾ എത്ര ആഗ്രഹം വെച്ചിരിക്കും? 15 ആഗ്രഹം. പോകുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇത് ചെയ്യണം, പോകുന്നതിനിടയ്ക്ക് അത് ചെയ്യണം. അപ്പൊ നമ്മുടെ ആഗ്രഹം എങ്ങനെയാ പോകുന്നത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്ത് ശ്ലോക പറഞ്ഞു? ഏകേഹ ഗുരുനന്ദനം, ഒരു ഫോക്കസ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് പറയുന്നു? ആ ഒരു ഫോക്കസ് ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ മനസ്സിന് ഇത്രയും പ്രശ്നം വരാൻ കാരണം എന്ന് വെച്ചാല് ഒരുപാട് ആഗ്രഹം, ഒരുപാട് അനുഭവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അനുഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭൗതിക ശരീരം വെച്ചിട്ട് എന്ത് ചെയ്യണം? ജോലി ചെയ്യണം, കാശുണ്ടാക്കണം. ആവശ്യത്തിനകത്ത് എന്തുണ്ടാകണം? കാശുണ്ടാകണം, ഫേമസ് ആകണം. കാശുണ്ടാക്കിയാൽ മതിയാ? എനിക്ക് ബാങ്കിൽ നിറയെ കാശുണ്ട്, പക്ഷെ ആൾക്കാർ വെറുതെ ഇരിക്കും, ഇല്ല അന്നദാനം കൊടുക്കും, അത് കൊടുക്കും, പിന്നെ അവിടെ പോയി ഉദ്ഘാടനത്തിന് പോകും, അല്ലെ? എന്തിനാണ്? ഫേമസ് ആകണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് രണ്ടുമായി വെറുതെ ഇരിക്കോ? കംഫർട്ടായിരിക്കും. എന്ത് കിട്ടിയാലും നമുക്കെന്താ, നമ്മൾ ആരും ഉപദ്രവിക്കരുത്, ഞാൻ സേഫാണ്, ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കണം, പക്ഷെ ഞാൻ സേഫായിരിക്കണം എന്നല്ലേ ആഗ്രഹിക്കത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ കിട്ടുമോ? പെട്ടെന്ന് കിട്ടുമോ? കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കണം, നമുക്ക് ആവശ്യത്തിന് ചോദിക്കുമ്പോൾ ഒക്കെ മണി കിട്ടണം, ഫേമസ് ആകണം. ഇതൊക്കെ വില കൊടുത്ത് മേടിക്കാൻ പറ്റുമോ? പറ്റില്ല, പ്രയാസം. റെസ്പെക്ട് വില കൊടുത്ത് മേടിക്കാൻ പറ്റുമോ? റെസ്പെക്ട് എങ്ങനെ കിട്ടും? എങ്ങനെ കിട്ടണം? കൊടുക്കണം. ഗീവ് ദ റെസ്പെക്ട്, ടേക്ക് ദ റെസ്പെക്ട്, അല്ലെ? കൊടുത്തിട്ട് മേടിക്കണം. നമ്മൾ കൊടുക്കുമ്പോഴാണ് അത് തിരിച്ചു കിട്ടും. അല്ലാതെ എന്നെ റെസ്പെക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കൂ. ഇനി അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ സമാധാനം കിട്ടുമോ? നമുക്ക് ഒരാൾ എന്നെ റെസ്പെക്ട് ചെയ്യണം എന്ന് വിചാരിച്ചു, ചെയ്യണില്ല, നമ്മുടെ സമാധാനം പോവുമോ? ഉണ്ടാവുമോ? പോവും. സമാധാനം പോയി, ഇമ്മീഡിയറ്റ് ആയിട്ട് സമാധാനം പോയി. അപ്പോൾ ചില കാര്യങ്ങൾക്ക് സ്നേഹം വേണം. നമുക്ക് സ്നേഹം വിലയ്ക്ക് മേടിക്കാൻ പറ്റുമോ? അല്ല. ആ സ്നേഹം വാങ്ങിക്കാനുള്ളതാണോ? വാങ്ങിക്കാൻ പറ്റുമോ? ആരുടെടുത്തെങ്കിലും പറയാൻ പറ്റുമോ എന്നെ സ്നേഹിക്കണില്ല എന്ന് പറയാൻ പറ്റുമോ? സ്നേഹം കൊടുക്കാനുള്ളതാണ്, അത് വാങ്ങിക്കാനുള്ളതല്ല. ഓക്കെ, അത് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാരെല്ലാം തെറ്റിദ്ധരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് പറയും എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ നോക്കുന്നില്ല എന്ന് പറയും. കാരണം സ്നേഹം കിട്ടാനുള്ളതല്ല, അത് കൊടുക്കാനുള്ളതാണ്. കൊടുത്താൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? അത് കിട്ടും. പക്ഷെ നമ്മൾ തെറ്റാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ അത് കിട്ടും, അതെനിക്ക് കിട്ടണം, അത് വിലയ്ക്ക് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ സമാധാനം ഉണ്ടാവും, പോയി, ഫിനിഷ്. അപ്പൊ സമാധാനം പോകും എന്നുള്ളതാണ്. അപ്പൊ കലിയുഗത്തിലെ ആൾക്കാരുടെ അവസ്ഥ എങ്ങനെയായിരിക്കുന്നത്? ഇതൊക്കെ കുറവായിട്ടുള്ള ആൾക്കാരാണ് കലിയുഗത്തിൽ. സിമ്പിൾ ആൾക്കാരാണ്. സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ് ആണോ? ഉള്ളത് കഴിച്ച് ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് വീട്ടിലിരുന്ന് കിടന്നുറങ്ങി, അല്ലെ? വല്ലപ്പോഴും ഭജനയൊക്കെ പാടി അങ്ങനെയാണോ നടക്കുന്ന ആൾക്കാർ? ഇല്ല, സുഖയില്ല. ഏത് വീട്ടിൽ പോയി തൃപ്തിയേ ഇല്ല ഒരാൾ. ഏത് കാശുണ്ടെങ്കിൽ അവർക്ക് എന്തിലും തൃപ്തിയില്ല. ചിലപ്പോൾ ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അയാളുടെ വിചാരിക്കും ജിം ബോഡി, അപ്പോഴും തൃപ്തി ഉണ്ടാവില്ല. ശരി, നല്ല ശരീരമുണ്ട്, അയാൾക്ക് എന്ത് വിചാരിക്കും? എനിക്ക് ഉണങ്ങി കിട്ടിയാൽ മതി വിചാരിക്കും. ഏതെങ്കിലും സൗന്ദര്യം കൂടി, അപ്പോൾ അവർ വിചാരിക്കും എന്റെ സൗന്ദര്യമാണ് എനിക്ക് പ്രശ്നം, ഈ സൗന്ദര്യത്തിൽ കുറഞ്ഞു കിട്ടിയാൽ മതി. കുറേ ആയിട്ടുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും? ഒരു സിനിമ ആക്ടറാണെന്ന് വെച്ചോ, ഒരു ഭയങ്കര ഫേമസ് ആയി, അവരുടെ ഫ്രീഡം പോയി. എവിടെയെങ്കിലും ഇറങ്ങി പെട്ടെന്ന് റോഡിൽ ഇറങ്ങിയിട്ട് പോയി വല്ല കഴിക്കാൻ പറ്റുമോ? ഏതെങ്കിലും അമ്പലത്തിന് പോകാൻ പറ്റുമോ? ഒരു പാർക്കിൽ പോയി ഇരുന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? അവർക്ക് നമ്മളാരും തിരിഞ്ഞു നോക്കില്ല ഇതൊക്കെ ചെയ്യുക. അപ്പോൾ അവർക്ക് ഫേമസ് ആയാൽ പോലും ചിലപ്പോൾ അതും അവർക്ക് എന്തായിട്ടുണ്ടാവും? ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതെന്താണ്? അവരുടെ സമാധാനം ഇല്ലാതെയാകും. അപ്പൊ ഭൗതികമായിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാകുമോ അതെല്ലാം നമുക്ക് എന്താണ്? അതായത് ആഗ്രഹം തീരില്ല, ആഗ്രഹം ഇങ്ങനെ കൂടി പോകും. പക്ഷെ എന്ത് കിട്ടില്ല? സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, സമാധാനം കിട്ടില്ല. എന്തുകൊണ്ടാണ്? കാരണം ആഗ്രഹം. അതുകൊണ്ടാണ് ബുദ്ധൻ എന്ത് പറഞ്ഞു? എല്ലാം ഉപേക്ഷിക്കണം. അതെങ്കിലും സാധിക്കുമോ? അത് ഒട്ടും സാധിക്കാത്ത കാര്യം. അപ്പൊ എല്ലാം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും സാധിക്കാത്ത കാര്യം. അപ്പൊ കലിയുഗത്തില് എന്താ സംഭവിച്ചാല് എല്ലാവരും ലോൺലിനെസ് ആഗ്രഹിക്കും. ഒറ്റയ്ക്കിരിക്കണം, എന്നെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ എന്നെ വിട്ടാൽ മതി. ഒരു റൂമിൽ ഒരുപാട് ആൾക്കാർ എവിടെയും പോകാതെ റൂമിനകത്ത് തന്നെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ എത്ര പേരുണ്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്നു? ജെന്യൂനായിട്ട് പറയും, എനിക്ക് താല്പര്യമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ആരും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ സത്യം അല്ലേ? ഇഷ്ടമാണ്. വേറെ ആരുമില്ലേ? എവിടെയും പോകാനാ, ടൂറ് പോകാം, 5-6 പേരുടെ കൂടെ, അതൊന്നും വേണ്ട. എന്നെ മിണ്ടാതെ വിട്ടാ ഞാൻ അവിടെ മിണ്ടാതെ ഇരിക്കും. നമ്മൾ മനസ്സിൽ പലതും വിചാരിക്കും, മിണ്ടാതെ ഇരുന്നിട്ട് അവിടെ നിന്ന് ജനിക്കാം എന്നൊക്കെ വിചാരിക്കും, നടക്കും അല്ലേ? എനിക്ക് ആഗ്രഹമാണ് ഒറ്റയ്ക്ക് ഇരിക്കാം. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ, പക്ഷെ ഇപ്പൊ എനിക്ക് നേരെ തിരിച്ചാണ്, നിറയെ കറങ്ങണം. അതും ആരുടെയെങ്കിലും കൂടെ പോകണം. കഴിക്കാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ ആരെങ്കിലും 2 പേരിരുന്ന സന്തോഷമാണ്.
കാരണം അത് ആക്ച്വലി അത് ഹാപ്പിനെസ് കിട്ടില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കും തോറും നമ്മുടെ വിഷമം കൂടുകയും. പക്ഷെ 2 പേരുണ്ട്, ഈവൻ വിഷമമുണ്ട്, അവരെന്ത് പറയും നമ്മുടെ അടുത്ത്? അത് പോട്ടെ, വരുന്നിടത്ത് കാണാം, ഇങ്ങനത്തിനാ വെറുതെ വിഷമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ സപ്പോർട്ടിനും ഒറ്റയ്ക്ക് ഇരുന്ന് അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യാസം ഉണ്ടാവില്ല അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ ഇരിക്കണം? ഭക്തന്മാരുടെ കൂടെ ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും? അത് വേറെ ഡിഫറെൻ്റാണ് അല്ലേ? അപ്പോൾ ലോൺലിനെസ് കലിയുഗത്തിലുണ്ട്. ഇനി ബ്രോക്കൺ റിലേഷൻഷിപ്പ്, ഫാമിലിക്കകത്ത് റിലേഷനേ ഉണ്ടോ ഇല്ല കലിയുഗത്തിൽ? ഭാര്യ വന്ന ഒരു റൂമിൽ പോകും, ഭർത്താവ് വേറെ റൂമിൽ പോകും, 2 പേരെയും പിന്നെ പോയി നോക്കിയാൽ 2 മൊബൈലും വെച്ചു അല്ലേ? മക്കൾ പിന്നെ വേണ്ട. ഇന്നലെ ശരിക്കും ഞാൻ രഥോത്സവത്തിന് പോയി. അപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നു. 2 കുട്ടികൾ, ഒന്ന് ട്വിൻസാണ്, 2ന്റെ കയ്യിൽ മൊബൈൽ. ഭയങ്കര സീരിയസ് ആയിട്ട് ഒരാളിങ്ങനെ തട്ടി, ഒരാൾ വിളിച്ചു, തല പൊക്കുന്നില്ല. എന്നിട്ട് മകരാജ് ഒന്ന് നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ന്യൂ ജനറേഷൻ. ശരിക്കും അവരങ്ങനെയാണ്. ഈവൻ അവർക്ക് ഇങ്ങനെ കാണാൻ, ഫ്രണ്ടിൽ ആര് നിൽക്കുന്നു കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ആ കുട്ടികൾ ഇൻവോൾവ് ചെയ്യിക്കണം. ഇത് ആരെ പഠിപ്പിച്ചത്? അല്ലേ? ഈ ഗാഡ്ജറ്റും കാര്യങ്ങളും എല്ലാം കുട്ടികളുടെ കൊടുത്തിട്ട് അവർ ഓട്ടോമാറ്റിക്കായി എന്താവെന്ന് പറഞ്ഞാൽ അഡിക്റ്റ് ആവുകയാണ് ഇതിനൊക്കെ. ഈ റിലേഷൻഷിപ്പിലൊക്കെ അവർക്ക് അതുപോലെ ഫാമിലി ബോണ്ടേജും ഇല്ല. എങ്ങനെ ബോണ്ടേജ് ഉണ്ടാവും? നിങ്ങൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ നല്ല തിക് ഫ്രണ്ട്സായിട്ട് എങ്ങനെ മാറും? ആ ഫ്രണ്ട്സ് എങ്ങനെ മാറും? അവരെ കൂടെ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും, നമ്മുടെ പ്രയാസങ്ങൾ അവരെടുത്ത് പറയും, നമ്മുടെ സന്തോഷം അവരുമായിട്ട് ഷെയർ ചെയ്യും, അവരുമായിട്ട് കൂടുതൽ സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഉണ്ടാവും? നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടി ആരെത്തും? പക്ഷെ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്രണ്ട്ഷിപ്പ് ഇല്ല. ഈവൻ ക്ലാസ് റൂമിൽ പോയാൽ, ഇപ്പോൾ ഹോസ്റ്റലിലല്ലേ താമസിക്കുന്നത്, അവിടെ സംസാരിക്കുമോ മൊബൈൽ വെച്ചിട്ട് 2 എൻഡിലിരിക്കുമോ? എന്തായിരിക്കും ചെയ്യുക? മൊബൈൽ അല്ലേ? ഒരാൾ അപ്പുറത്തെ മൂലയ്ക്ക്, ഒരാൾ ഇപ്പുറത്തെ മൂലയ്ക്ക്, ഒരാൾ ടെറസിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാം മൊബൈലിലായിരിക്കും. അതാണ് അവസ്ഥ. അപ്പോൾ എങ്ങനെ ബോണ്ടേജ് ഉണ്ടാവും? ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഉണ്ടാവും? എങ്ങനെ നമുക്കൊരു ഹെൽപ്പ് കിട്ടും അവിടെ? അപ്പോൾ നമുക്ക് എന്ത് അനുഭവപ്പെടും? കുറച്ച് നാൾ കഴിയുമ്പോൾ ലോൺലിനെസ് അനുഭവപ്പെടും. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 10 വയസ്സ് 12 വയസ്സ് കുട്ടികളാണ് കൂടുതൽ സൂയിസൈഡ് അറ്റംപ്റ്റിന് ട്രൈ ചെയ്യുന്നത്. കാരണം 10 വയസ്സ് കുട്ടി ഒരു കാലത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. 10 വയസ്സ് കുട്ടിക്ക് ഇങ്ങനെ സ്വയം മരിക്കണം, ആത്മഹത്യ ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ മൈൻഡിൽ പോലും വരില്ല. ഇതൊക്കെ ഒരു 15 വയസ്സ് 18 വയസ്സൊക്കെ ആയാൽ തന്നെ അങ്ങനെ അവർ വിചാരിക്കാത്ത, നടക്കാത്തപ്പോൾ അങ്ങനെ ചിന്തിക്കും. പക്ഷെ ഇപ്പോൾ ഏത് കുട്ടികളാണ് ചിന്തിക്കുന്നത്? അത് എങ്ങനെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യണമെന്ന് പോലും അറിയില്ല. അങ്ങനത്തെ പ്രായക്കാർ ചിന്തിക്കുന്നു. കാരണം എന്തുകൊണ്ട്? ഈ ലോൺലിനെസ്. അമ്മയ്ക്കും അച്ഛനും കുട്ടിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. അവർ വന്നിട്ട് ചോറെടുത്ത് വെച്ചിട്ട് മൊബൈലും കൂടെ കയ്യിൽ കൊടുത്തേ, എളുപ്പമാണ്. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും? മൊബൈൽ നോക്കും, വായിക്കും. മൊബൈൽ നോക്കിയിട്ട് വായിക്കണം. അവർക്ക് ശല്യമില്ല. അല്ലെങ്കിൽ എടുത്ത് കൊടുക്കണം. കാക്കയെ കാണുക, ആമ്പിളിയമ്മാനെ കാണുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കോലി പണ്ടങ്ങനെയാണ് അല്ലേ? എന്തൊക്കെ കാണിക്കും? പട്ടി പോണത് കാണിക്കും, കാക്ക പോണതിനെ കാണിക്കും. ഇങ്ങനെ പറഞ്ഞ് നമുക്ക് വാരി തരും. ഇപ്പം എന്താ കാണിക്കുന്നത്? ഒരു വീട്ടിലില്ല. എല്ലാവരുടെ കയ്യിലും മൊബൈലും കൊടുത്ത് കുട്ടിക്ക് വാരി കൊടുക്കും. ഇത് ഡൈജഷൻ ആവില്ല, ഫുഡ് ഡൈജഷൻ ആവില്ല. ഈ കുട്ടിക്ക് ഇങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ ഹെൽത്ത് വീക്കാക്കുകയാണ്. അപ്പോൾ മൈൻഡിന്റെ കാര്യം കൊണ്ട് എന്തും കൂടെ വീക്കാവുകയാണ്, ഹെൽത്ത് വീക്കാണ്. ആവശ്യത്തിനധികം ഈ മോണിറ്റർ, ഈ ചെറിയ ഡിസ്പ്ലേ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ എഫക്റ്റ് ആവും, കണ്ണ് ചീത്തയാവും അല്ലെ? ഒരുപാട് സമയം ഇങ്ങനെ ഒരു ചിന്തിക്കാനുള്ള അവസരമില്ലാതെ കുറേ റീൽസൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ ബ്രെയിൻ ഫങ്ഷൻ ആവില്ല. ഇന്നലെ വേറെ കേസ്, ഞാനും വിജയമുണ്ടോപ്പുറവും കൂടെ ഇങ്ങനെ രാത്രി ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഒരു ആചാര്യന്റെ പേര് മറന്നു, വരുന്നില്ല. നാവിന്റെ തുമ്പിലുണ്ട്, വരുന്നില്ല. ഉടനെ എന്ത് ചെയ്ത്? 2 പ്രാവശ്യം ട്രൈ ചെയ്തു, 3 പ്രാവശ്യം വരുന്നില്ല. ഒരാളുടെ പേര് വന്നു, ഒരാളുടെ പേര് വന്നു. ഉടനെ 2 പേര് പോക്കറ്റ് കിട്ടി. എന്തിനാണ്? ഗൂഗിൾ. പക്ഷെ പണ്ട് ഓപ്ഷൻ ഇല്ല. നമ്മൾ മൈൻഡിനെ വർക്ക് ചെയ്ത് അതിനങ്ങ് എടുക്കും. ഉറപ്പാണത് എടുക്കും, സംശയമില്ല. അങ്ങനെ എടുത്താൽ അത് മറക്കില്ല. പക്ഷെ ഇപ്പൊ എന്താ എടുത്ത്? ഫാസ്റ്റായിട്ട് എടുത്ത് ചെയ്തു, എന്നിട്ട് ഞങ്ങൾ പറയും ചെയ്ത്, എന്നിട്ട് തന്നെ അടിച്ചെടുത്ത് കൃഷ്ണദാസ കവിതയുടെ പുസ്തകം, വൃന്ദാവൻ ദാസ് ടാക്കൂർ, 2 പേരുടെ പേരിൽ ഒരാൾ പേര് ടക്കനെ പോയി മൈൻഡിൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? അപ്പൊ കൂടുതൽ മെഷീന് ഡിപ്പെൻഡ് ചെയ്യും. ടെക്നോളജി എന്ത് ചെയ്യും? കലിയുഗത്തിലെ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യും. ആ ഡിപ്പെൻഡൻസ് എന്താണെന്ന് ചിലവരുടെ സമാധാനം.
അവരുടെ സമാധാനം മുഴുവനായിട്ട് പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അഥവാ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അത് എന്തിന്റെ ബേസിലായിരിക്കും എന്ന് പറഞ്ഞാൽ സെൽഫിഷ്നെസ് ആണ്. ഒരാള് ഇനി ഒരു ആളുടെ കൂടെ കൂട്ടുകൂടി ഫ്രണ്ട്ഷിപ്പ് വെച്ച് നടക്കുകയാണെങ്കിൽ അതിലൊരു കാരണമുണ്ട്. അത് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് അല്ല. ആ ഫ്രണ്ട്ഷിപ്പ് എന്തിനാ നടത്തുന്നത്? അവന്റെ കൂടെ നടന്ന നമ്മളെ കാര്യം നടക്കും. അതുകൊണ്ട് ആ ഫ്രണ്ട്സിന്റെ കൂടെ പോകും. അവന്റെ കൂടെ നടന്ന നല്ല തമാശയൊക്കെ പറയും, അവന്റെ കൂടെ എൻജോയ് ചെയ്യാം, അതുകൊണ്ട് കൂടെ പോകും, അല്ലെങ്കിൽ കൂടെ പോകും. അല്ലെ? ഫാമിലി റിലേഷനും ഇതുപോലെ തന്നെയാണ്. ഈ ഹസ്ബൻഡ് എന്നെ മെയിൻറ്റെയിൻ ചെയ്യും, പൈസയൊക്കെ ആവശ്യത്തിന് തരും, എല്ലാ കാര്യം അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ആ പൈസ കാര്യങ്ങളൊക്കെ തീർന്നാൽ അജാവണിന്റെ അവസ്ഥയാണ്. അത് ഈ കാലത്ത് മാത്രമല്ല, ആ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഉപേക്ഷിച്ചു. അല്ലെ? ആ ഹസ്ബൻഡ് സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവര് കളഞ്ഞിട്ട് പോകും. അപ്പൊ ഇവിടെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ സെൽഫിഷ്നെസ് ആണ് കഴിവ് എവിടെയും. ശരി, ഇതൊക്കെ പോട്ടെ. ആധ്യാത്മികത്തിൽ വന്നാലും അവിടെയും ഇതേ അവസ്ഥ. അവര് പറയുന്ന ടീം കേട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം ഒന്നിച്ച് നിൽക്കും, അല്ലെങ്കിൽ അവരെല്ലാം വിട്ടുപോകും. ഒരാളെ ഗ്ലോറിഫൈ ചെയ്യുന്ന ആളുടെ കൂടെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടം, അല്ലെ? എന്നെ എപ്പോഴും പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇയാൾ എന്റെ കൂടെ വെച്ചിരിക്കാം, നല്ലതാണല്ലോ. കാരണം ഇയാൾ എന്നെ എപ്പോഴും പുകഴ്ത്തി സംസാരിക്കും. മറ്റത് എന്നെ കുറിച്ച് വേണ്ടാത്തനോ എന്റെ കംപ്ലൈന്റ് ഒക്കെ കാണിച്ചെന്നാലും എനിക്ക് ഇഷ്ടപ്പെടുവോ? അവൈഡ്. അപ്പൊ ആധ്യാത്മികത്തിൽ വന്നാലും അപ്പോ എന്റെ മൈൻഡ് അനുസരിച്ച് അവർ എന്നെ എങ്ങനെ ചെയ്യണം? എപ്പോഴും എന്നെ ഗ്ലോറിഫൈ ചെയ്യണം, എന്നെ ഉയർത്തിവെച്ചിരിക്കണം. എങ്കിൽ ആ വ്യക്തി എനിക്ക് നല്ലതാണ്. എന്നെ ചെയ്തില്ലെങ്കിൽ എനിക്കെന്താവും? ഓട്ടോമാറ്റിക്കലി എന്റെ മനസ്സ് ചഞ്ചലമാണ്. ഉറപ്പല്ലേ? അപ്പോൾ എന്റെ മനസ്സ് എന്തുകൊണ്ട് ചഞ്ചലമായി? ഇവിടെ എനിക്ക് ഫേവറബിൾ ആയിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമാധാനം. അപ്പോൾ ഒരു ഫാമിലിക്കായിരുന്നാലും ശരി, സൊസൈറ്റിയിലായിരുന്നാലും ശരി, ഒരു സ്കൂളിലായിരുന്നാലും ശരി, സ്കൂളിലെ ടീച്ചറെ എന്ത് ചെയ്യണം? കുട്ടികളെ പഠിപ്പിച്ച് നന്നാക്കണം. ആ ടീച്ചറെ മാനസികാവസ്ഥ തെറ്റി വന്നിരിക്കുകയാണ്. എങ്ങനെ കുട്ടികൾക്ക് സമാധാനം കൊടുക്കും? കുട്ടികളെ കൂടുതൽ ചഞ്ചലമാക്കും, കൂടുതൽ കൺഫ്യൂഷൻ പറ്റില്ല. അപ്പോൾ ഒരു ടീച്ചറാകുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. എങ്ങനെ ഇതാണ്? ഒരു ചഞ്ചലമില്ല, കൺഫ്യൂഷൻ ഇല്ലാതെ, ചഞ്ചലമില്ലാതെ ഇരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ടെക്നോളജി ആയിരുന്നാലും ശരി തന്നെ നമുക്ക് പ്രശ്നമുണ്ടാകുന്നു. ഇതെല്ലാം എവിടെ അഫക്ട് ചെയ്യുന്ന വെച്ചാൽ ബോഡിയാണ് അഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അഥവാ കഴിച്ചാലും അത് ഡൈജഷൻ ആയില്ലെങ്കിൽ ആ ഫുഡ് കഴിച്ചിട്ട് കാര്യമില്ല. കാരണം മൊബൈൽ നോക്കിയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ നിരന്തരം നിങ്ങളുടെ ഫുഡ് ഡൈജഷനാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത അസുഖങ്ങൾ ഉണ്ടായിരിക്കും. ആ അസുഖങ്ങൾ നിങ്ങളുടെ വേറെ പ്രശ്നങ്ങളിലോട്ട് തട്ടി. ഉറക്കം ഉണ്ടാവും. ശരിക്കും യോഗിമാർ ഉറങ്ങില്ല. കാരണമുണ്ട്. എന്തുകൊണ്ട് ഉറങ്ങുന്നില്ല? യോഗിമാർ എന്തുകൊണ്ട് ഉറങ്ങുന്നില്ല? അവർ കൃഷ്ണാബോധത്തിൽ കൃഷ്ണനെ സ്മരിച്ച് സേവനത്തിലിരിക്കുന്നുണ്ട്, ഉറങ്ങുന്നില്ല. കലിയുഗത്തിലെ ആൾക്കാർക്ക് ഉറക്കം കുറവാണ്. എന്തുകൊണ്ട്? ഓഫീസിൽ പോലെ മാടുപോലെ പണിയെടുത്തിട്ട് വരും, വന്ന് വീട്ടിൽ വന്നവണ്ണം റീൽസും കണ്ടുകൊണ്ടിരിക്കും. പിന്നെ അവർക്ക് ഉറക്കം വരും. രാത്രി പകല് സമയം പോകുന്നത് അറിയാതെ ഇരുന്ന് കാണും. പിന്നെ അവർ റിയലൈസ് ചെയ്യുമ്പോൾ അല്ലാതെ വയ്യാതെ അങ്ങനെ കണ്ടിട്ട് തന്നെ ഉറങ്ങുന്ന ഒരു വ്യക്തിയുടെ മൈൻഡിന് പ്രശ്നം ഉണ്ടാവും. ഇതേ രീതിയിലാണ് വെള്ളമൊഴിച്ചിട്ട് അടുത്ത ദിവസം പണിക്ക് പോകുന്ന പോലെ ഹാങ് ഓവറിൽ അങ്ങനെ തന്നെ പോകും. അപ്പോൾ അയാള് മൈൻഡ് വീക്കാവും, ഭയങ്കരമായിട്ട് വീക്കാവും. അങ്ങനെയുള്ള ആൾക്ക് കൃഷ്ണാവബോധം ശരിക്കും ഉണ്ടാകും. കൃഷ്ണാവബോധത്തിൽ സമാധാനമില്ലാതെ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്ത് വേണം നമുക്ക്? ശരി, ആധ്യാത്മികം പ്രാക്ടീസ് ചെയ്ത് നമ്മളെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യം. അവരങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പൊ അവരെ ഫസ്റ്റ് നമ്മൾ കുറ്റം പറയുന്നത് നിർത്തണം. നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ആൾക്കാരെ ഇത്ര മോശപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത് നിർത്തിയിട്ട് അവിടെ കമ്പാഷൻ ഉണ്ടാവണം. എന്തുണ്ടാവണം? അയ്യോ, അവർക്കും കൃഷ്ണാവബോധം കൊടുക്കണം, അവർക്കും ഇത് പഠിപ്പിക്കണം എന്നുള്ള ആ ഹൃദയത്തിനകത്ത് ഒരു നന്മ ഉണ്ടാവും. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ശരിയാകാൻ സാധിക്കും. ആ മൈൻഡ്, സ്ട്രോങ് മൈൻഡ് നമുക്കുണ്ടാകും, അല്ലെ? അല്ലെങ്കിൽ അതുണ്ടാവില്ല. അപ്പോൾ കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഉറക്കം പോവും, ആഹാരക്രമം തെറ്റും, പിന്നെന്താണ് ഹാബിറ്റ്, അവരുടെ റൊട്ടീനായിട്ട് ചെയ്യുന്ന ഹാബിറ്റ് എല്ലാം മാറും. ജോലി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ റൊട്ടീനായിട്ടുള്ള കറക്റ്റ് സ്ലീപ്പല്ല എല്ലാവർക്കും കിട്ടുന്നത്. പണ്ട് എന്താവും വെച്ചാൽ ആൾക്കാരെ വൈകുന്നേരം 8 മണിയാകുമ്പോൾ കിടക്കും. എന്തുകൊണ്ട് 8 മണിക്ക് കിടന്നുറങ്ങും? 8 നന്നായിട്ട് ഇരുട്ടും. 8 മണിക്ക് വേറെ ഒരു പരിപാടിയില്ല. 8 മണിക്ക് കിടന്നാൽ 8 മണിക്ക് കിടന്നാൽ എത്ര മണിക്കൂർ ഉറങ്ങും? 5 മണിയായ എണീറ്റിരിക്കും.
കൂടുതൽ ഉറങ്ങുന്ന ആളും എത്ര മണിക്ക് എണീറ്റിരിക്കും? 5 മണിക്ക് എണീറ്റിരിക്കും. ചിലർ 3 മണിക്ക് എണീറ്റ് പടക്കും. 5 മണിക്ക് എണീറ്റ് അവർ ഫ്രഷായി. അപ്പോൾ വെളുപ്പാ രാവിലെ എണീക്കും. പക്ഷെ ലേറ്റായി കിടക്കുന്നതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവർ ലേറ്റായി. അപ്പൊ അവർ ഏത് ഗുണത്തിലായിരിക്കും പ്രവർത്തിക്കുക? സാധാരണ തമോ രജോ ഗുണത്തിലായിരിക്കും എല്ലാവരും പ്രവർത്തിക്കുക. അപ്പൊ തമോ രജോ ഗുണത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് സാത്വിക ഗുണം ഉണ്ടാവില്ല. അവരുടെ മൈൻഡ് എങ്ങനെ തന്നെ ഉണ്ടാവും? ചഞ്ചലമായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോ മൈൻഡ് കറക്റ്റ് ചെയ്യണമെങ്കിൽ മൈൻഡിനെ സഹായിക്കുന്നത് ആരായിരിക്കും? ബുദ്ധി. അപ്പൊ ബുദ്ധിക്ക് ഇപ്പോൾ എന്താ കൊടുത്തിരിക്കുന്നത്? നമ്മുടെ ബുദ്ധി വേറെയാണല്ലോ. നമ്മുടെ കൃഷ്ണാബോധത്തിലെ ബുദ്ധിയല്ല, മെറ്റീരിയൽ ഇന്റലിജന്റ് ആണ്. അപ്പൊ നമ്മൾ തിരിച്ച് വേറെ മാർഗം മാത്രം കണ്ടുപിടിക്കുമല്ലാതെ കൃഷ്ണാവബോധത്തിലെ ഉള്ള മൈൻഡ് വരില്ല. അപ്പൊ മൈൻഡ് പറഞ്ഞു തരണം, ബുദ്ധി പറഞ്ഞു തരണം. നമുക്ക് എന്ത് പറഞ്ഞു തരണം? അത് അവോയ്ഡ് ചെയ്യും. ഇത് പ്രാക്ടീസ് ചെയ്യും. ശരിക്കും പറഞ്ഞാല് പ്രഭുപാദന്റെ പുസ്തകം എടുത്ത് വായിക്കണം. ഡിജിറ്റൽ വായിക്കരുത്. മൊബൈൽ ഫോൺ എടുത്ത് ബുക്ക് വായിക്കരുത്. അപ്പൊ നമുക്ക് എളുപ്പമാണ്, പോണ വഴിക്ക് വായിക്കാന്നൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ വായിക്കരുത്. പുസ്തകം എടുത്ത് തുറന്ന് ഈ പുസ്തകം ഇങ്ങനെ വായിക്കുന്നതിനും മൊബൈൽ വായിക്കുന്നതിനും വ്യത്യാസമാണ്, ഒരുപാട് വ്യത്യാസം അല്ലെ. ഈ പുസ്തകത്തിൽ പേജുകൾ മാറില്ല. ഒരു കാര്യം ഇമേജ് ഇങ്ങനെ മൈൻഡില്, അതായത് ഇന്ന ശ്ലോകം ഇന്ന് വായിച്ചു, ചഞ്ചലഹ മനഃ കൃഷ്ണ എന്ന് വായിച്ച ശ്ലോകം ഈ പേജിന്റെ നടുക്കാണ് കിടക്കുന്ന ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ അത് എത്ര ദിവസം ആ നടുക്ക് മാത്രം തേടിയത് കിട്ടും അല്ലെ. പക്ഷെ മൊബൈലിലാണെങ്കിലോ മേലെ കയറും താഴെ ഇറങ്ങും, എങ്ങനെ വേണമെങ്കിലും പോകും, മൈൻഡിൽ രജിസ്റ്റർ ആകില്ല. നമ്മളൊരു ബുക്കിൽ ഒരു ലൈൻ മാർക്ക് ചെയ്ത് വെച്ചാൽ ഈ മാർക്ക് ചെയ്ത ഒരു ലൈൻ ഇമേജ് ആയിട്ട് അവിടെ കാണും. പക്ഷെ മൊബൈലിലാണെങ്കിലോ അത് ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ചില കാര്യങ്ങളൊക്കെ ആദ്യത്തെയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് മോഡേണും ആകണം, പക്ഷെ ആധ്യാത്മികം വേണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യില്ല. ചില കാര്യങ്ങൾ ആവശ്യമാണ്, ഉപയോഗിക്കാം. ചില കാര്യങ്ങൾ ഡിവോഷണൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യും. ചെയ്താൽ അത്രയും ഹെൽത്തി ആയിരിക്കും. ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൊബൈൽ മാറ്റി നോക്കരുത്. അത് പ്രസാദമാണല്ലോ കഴിക്കുന്നത്, ഫുഡും അല്ല അല്ലെ. നമ്മളെന്താ കഴിക്കുന്നത്? പ്രസാദമാണ്. അപ്പോൾ മന്ത്രം പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അത് കോൺഷ്യസ് രാധാകൃഷ്ണൻ ഗുണഗാവോ എന്ന് പറയുമ്പോൾ രാധാകൃഷ്ണന്റെ ഗുണം ആലോചിക്കുന്നില്ലെങ്കിലും പറഞ്ഞു ആ പ്രസാദം ടേസ്റ്റ് ഉണ്ടോ എന്നെല്ലാം ടേസ്റ്റായിട്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നില്ലേ കുട്ടികൾക്ക്? എന്തുകൊണ്ട്? അത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് അവർക്ക് അറിയില്ല. അവർ നോക്കുന്നതെല്ലാം മൊബൈലിൽ നോക്കിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രജോ ഗുണത്തിൽ തമോ ഗുണത്തിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇത് ഇന്ന് രക്ഷപ്പെടണമെങ്കിൽ ആധ്യാത്മികം പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആധ്യാത്മികം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗുരു ഉപദേശം കൊടുക്കും. ഈ ഭഗവത്ഗീത വായിച്ചാൽ മതി, നാമജപം ചെയ്താൽ മതി, എല്ലാം പെർഫെക്റ്റ് ആകുമെന്ന് പറയും. ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ. ഭഗവത്ഗീത വായിച്ചാൽ ഈ നോളജ് നമുക്ക് കിട്ടും. നാമജപം ചെയ്താൽ മൈൻഡ് കറക്റ്റ് ചെയ്യണം. ശരിയല്ലേ? ശരിയാണ്. പക്ഷെ ഗുരു കുറച്ച് തലതിരിഞ്ഞ് ചിന്തിക്കുന്നത് ശിഷ്യനാണ്. എന്ത് ചെയ്തു വെച്ചാൽ ഒരു ഭഗവത്ഗീതയും കൂടെ കൊടുത്തു. ശിഷ്യന് ഉപദേശവും കൊടുത്ത് നാമ ഉപദേശവും കൊടുത്തു, ഭഗവത്ഗീതയും കൊടുത്തിട്ട് പറഞ്ഞു നീ പോയി വായിക്കുന്നു. അദ്ദേഹം കൊണ്ട് വീട്ടിൽ വെച്ചു, വായിച്ചില്ല, ചുമ്മാ അവിടെ വെച്ചിരുന്നു. 2 ദിവസം മുമ്പ് എലി വന്ന് കരണ്ട് തിന്നു ബുക്ക്. പെട്ടെന്ന് നോക്കിയപ്പോൾ എലി കരണ്ട് തിന്നു. അയ്യോ, എൻ്റെ വീട്ടിൽ എലി വന്നു. ഇപ്പം ചിന്ത എന്തായി? എലിയെ ഓട്ടിക്കണം, ഇതാണ് ചിന്ത. ഓക്കെ, എലിയെ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? എലിയെ ഓട്ടിക്കണ്ടേ? എലിയെ ഓട്ടിക്കാൻ പണ്ടത്തെ കാലത്ത് മറ്റേ ട്രാപ്പൊന്നുമില്ല. അപ്പോൾ പൂച്ചയെ തന്നെ വേണം. പൂച്ച ഉണ്ടെങ്കിൽ സേഫാണ്. അത് ഓട്ടിച്ചിട്ട് അത് പിടിച്ച് തിന്നോളാം. അതിന്റെ ആഹാരമായി നമുക്ക് സേഫാണ്. ഒരു പൂച്ച എവിടെയോ തപ്പിക്കൊണ്ടുവന്നു. പൂച്ചയെ കൊണ്ടുവന്നിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇപ്പം എന്ത് ചെയ്യണം? പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കണം. പൂച്ചയ്ക്ക് നോൺ വെജ് എന്തായാലും കൊടുക്കില്ല അദ്ദേഹം. അപ്പൊ എന്ത് കൊടുക്കണം? പാല് കൊടുക്കണം പൂച്ചയ്ക്ക്. അപ്പൊ പാല് കൊടുക്കാൻ വേണ്ടി ഡെയിലി എത്രയോ ദൂരം പോയി പാലൊക്കെ മേടിച്ചിട്ടൊന്ന് പൂച്ചയ്ക്ക്, അല്ലെങ്കിൽ അദ്ദേഹം പാല് കുടിക്കാതെ ഉള്ളത് വെച്ച് പോവുകയാണ്. ഇപ്പൊ പൂച്ചയെ വാങ്ങിച്ചു എലിയെ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് പൂച്ചയ്ക്ക് പാല് കൊടുക്കണം. അങ്ങനെ പൂച്ചയ്ക്ക് പാല് കൊടുത്ത് തുടങ്ങി. ഡെയിലി പോകാൻ മേടിച്ചിട്ട് ഒരു പശുവിനെ മേടിച്ചു. ശിഷ്യൻ ഗുരു എന്താ പറഞ്ഞ? നീ ബ്രഹ്മചാരി, നന്നായിട്ട് എല്ലാ കാര്യവും പഠിച്ചു, ഇനി പോയി ഗീത പ്രാക്ടീസ് ചെയ്യൂ, എനിക്കല്ല സന്തോഷം ഉണ്ടാകും എന്ന് പറഞ്ഞു വിട്ടതാണ്. ഇപ്പോൾ പോയി പശുവിനെ മേടിച്ച് ഡെയിലി പശുവിനെ കറന്നും, അദ്ദേഹം കുടിക്കും, പൂച്ചയ്ക്കും കൊടുക്കും. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആയപ്പോൾ വിചാരിച്ചു എനിക്ക് ഭഗവത്ഗീത വായിക്കും. മനസ്സിലുണ്ട് ഗുരു തന്ന സാധനം, ഇത് വായിക്കാൻ സമയമില്ലല്ലോ, ഇത് പഠിക്കാൻ സമയം, ഇത് ജപിക്കാൻ സമയമില്ലല്ലോ. പക്ഷെ എന്ത് ചെയ്യാൻ? ഈ പശുവിനാണെങ്കിൽ എന്നും എനിക്ക് കറക്കണം. ഒരു കല്യാണം കഴിച്ചാലോ, അപ്പോൾ അവർ കറന്നോളും, നമുക്ക് വായിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു കല്യാണം കഴിച്ചു.
കല്യാണം കഴിച്ചപ്പോൾ എന്തായി? ഇപ്പൊ അവര് പാല് കറക്കും, ഇപ്പൊ പാലും ഇങ്ങനെ കറക്കണം, അവരുടെ കാര്യം നോക്കണം, ഡബിൾ പണിയായി. എന്താണെന്ന് വെച്ചാല് അപ്പൊ എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ വരുന്നതാണ് ചെയ്യണം നിർബന്ധമില്ല, അവർ നമുക്ക് ഡബിൾ പണിയും തരാൻ വേണമെങ്കിൽ. അപ്പൊ എന്തായി? ഇവിടെ ഇപ്പൊ തലവേദന കൂടി ഭാര്യയായി. ഇപ്പൊ ഭാര്യയായ ഇപ്പൊ പശുവിന് മാത്രമല്ല ആഹാരം കൊടുക്കേണ്ടത്, ഇപ്പൊ ആർക്കും ആഹാരം കൊടുക്കണം? ഭാര്യയും കൊടുക്കണം. ഇത്രയും നാൾ പശുവിനെ കറന്ന് ഉള്ളത് കഴിച്ചിട്ട് കുടിച്ചിട്ട് അവിടെ ഇരുന്നു. ഇപ്പൊ പണിക്ക് പോകണം. ഇപ്പൊ ഡെയിലി പോയി പണിക്ക്, പാടത്ത് പോയി പണിയെടുത്ത് കാശ് കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് ആഹാരം എല്ലാം കൊടുത്തു. കുറച്ച് നാളായപ്പോൾ എന്താ 4 കുട്ടികളും കൂടെ ആയി. ഇപ്പൊ പണി എത്രയായി? ഉള്ളത് പണിയെടുത്താൽ മതിയാ? പറ്റില്ല, പണി അങ്ങ് കൂടി. അപ്പൊ ചോദിച്ചാൽ എന്താണ്? സമയമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഫാമിലി എന്തായി? ഇങ്ങനെ വലുതായി. അവസാനം അവർക്ക് വീട് വെക്കണം, അവർക്ക് എന്താ പറയാ വണ്ടി വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫാമിലി കൂടിക്കൊണ്ടേ. ഇതാണ് ഗീതാസാരം. ഇത് ഗീത സംസാരം. സംസാരം എന്ന് പറഞ്ഞാല് ഭൗതിക ലോകത്തിൽ സാഹരം എന്ന് പറയും. അപ്പോൾ ഇതെന്താണ്? സംസാരം തമിഴില് പറഞ്ഞാൽ ഭാര്യയെ സംസാരം എന്ന് പറയും. അപ്പൊ എന്തായാലും വെച്ചാൽ ഒരു ഭാര്യയും കൂടെ കിട്ടിയപ്പോ ക്ലീനായി. ഇപ്പൊ എന്താ സംഭവിച്ചത്? സമയമേ ഇല്ല ആൾക്ക്. അപ്പോ ഇങ്ങനെയാണ് ഗീത പഠിക്കുമെങ്കിൽ നമ്മുടെ കാര്യം പോകും അല്ലെ? അപ്പൊ സമാധാനമില്ല, സന്തോഷമില്ല, ഭഗവത്ഗീതയും വായിക്കുന്നുണ്ട്, ജപിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, നാമം ജപിച്ചാൽ, ഹരേ കൃഷ്ണ നാമം ജപിച്ചാൽ സന്തോഷം കിട്ടും. അത് കിട്ടുമോ? കിട്ടില്ലേ? ഉറപ്പാണ്. അല്ലെ, എവിടെ കീർത്തനം നടക്കുന്നത് നമ്മൾ മറക്കുന്നു. നല്ല ഒരു കീർത്തനം കേൾക്കുമ്പോൾ എത്ര പ്രയാസത്തിലായിക്കോട്ടെ നമ്മൾ ഓട്ടോമാറ്റിക്കായി മറന്നിട്ട് ആ ഒരു സമയമാകുമ്പോൾ നമ്മുടെ മൈൻഡിൽ നിന്ന് എല്ലാം പോകും, നമ്മൾ കീർത്തനത്തിൽ ഇൻവോൾവ് ആവുക. അപ്പൊ അത് ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ആണ്, നാമകീർത്തനം. പക്ഷെ അതേ കീർത്തനം ഒറ്റയ്ക്ക് വീട്ടിൽ ചെയ്ത് നോക്കും, അപ്പൊ എന്തായിരിക്കും അവസ്ഥ? അപ്പോ മൈൻഡിന് പോവില്ല. എന്ത് പോവില്ല? പ്രശ്നങ്ങൾ മനസ്സിൽ പോവില്ല. പക്ഷെ നാമസങ്കീർത്തനം എല്ലാവരും കൂടെ ഒന്നിച്ച് സങ്കീർത്തനം ചെയ്താൽ, ഒന്നിച്ചിരുന്നാൽ ഈ പ്രശ്നം, മനസ്സിലെ പ്രശ്നങ്ങൾ, ചഞ്ചലം എല്ലാം ഇല്ലാതെയാകും എന്നുള്ളതാണ്. അപ്പൊ കൃഷ്ണൻ പറയുന്നു, നാഹം തിഷ്ഠാമി വൈകുണ്ഠേ നാ യോഗി ഹൃദയരവ. ഞാൻ വൈകുണ്ഠത്തിലല്ല താമസിക്കുന്നത്, ഞാൻ എവിടെ താമസിക്കുന്നത്? യോഗിമാരുടെ ഹൃദയത്തിലുമല്ല എന്ന് പറയുന്നു. കാരണം വൈകുണ്ഠത്തില് എല്ലാവരും ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കും, സൈലന്റ് ആയിട്ട് പറയുന്നത് കേൾക്കും, അങ്ങനെ സേവനം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ ഇരിക്കാൻ ഭഗവാൻ വലിയ താല്പര്യമില്ല. അടുത്ത സ്ഥലം യോഗികളുടെ ഹൃദയത്തിലിരിക്കാം, പക്ഷെ അവിടെയും ഭഗവാൻ താല്പര്യം. ആ യോഗി ഹൃദയരവ എത്ര ഗായന്തി മത്ഭക്ത, എവിടെയാണോ ഭഗവത് നാമം തത്ര തിഷ്ഠാമി നാരദൻ. നാരദൻ ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറയും. അപ്പോ ഭഗവാൻ ആരുടെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്? നിറയെ നാമകീർത്തനം നടക്കുന്ന സ്ഥലത്തിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഭക്തന്മാരുടെ ഒപ്പം ഇരിക്കാൻ ആര് ഇഷ്ടപ്പെടുന്നു? ഭഗവാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ നമുക്ക് ഏത് ഇഷ്ടം ആയിരിക്കണം? ഭക്തന്മാരാണെങ്കിൽ ആരുടെ കൂടെ ഇഷ്ടപ്പെടും ഇരിക്കാനായിട്ട്? ഭക്തന്മാരുടെ ഒപ്പം ഇരിക്കാൻ ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ നാമകീർത്തനം നടക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ ഇഷ്ടപ്പെടും. ഗുരുമഹാരാജ് പറയും, പണ്ട് ഹെൽത്തി ആയിട്ട് നടക്കും, എല്ലായിടത്തും ഇങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യും. അപ്പൊ പറയും, എനിക്ക് മായ പിടിക്കാതെ തന്നെ നടക്കാൻ പറ്റും, പക്ഷെ എൻ്റെ ഫ്ലൈറ്റ് യാത്ര മാത്രമാണ് എനിക്ക് ഡൽഹിഷായിട്ട് തോന്നുന്നത്. എന്തെന്ന് പറഞ്ഞാല് ആരുമേ കാണില്ല, കാരണം എല്ലാവരും എൻ്റെ ഡിസൈപ്പിളിനെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് അവർക്ക് ഇൻഡിക്കേറ്റ് എടുത്തൊക്കെ കൊണ്ടുപോകണം അസിസ്റ്റന്റ്. അപ്പൊ അന്ന് ഗുരുമഹാരാജ് ഒറ്റയ്ക്ക് 4 ബാഗൊക്കെ ചുമന്നിട്ട് വരും, എല്ലാം ഫ്ലൈറ്റിൽ കയറ്റി അവിടെ ആരെങ്കിലും കയറ്റി കൊടുക്കും, പിന്നെ ഇവിടെ വന്ന് ഇറക്കി കൊടുക്കും. എന്നാൽ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ ഊരിട്ടിട്ടൊക്കെ വരുന്നതൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് ഗുരുമഹാരാജ്. അപ്പൊ ആ സമയത്ത് പറയും, എനിക്ക് എവിടെയും പ്രശ്നമില്ല, കാരണം ഗുരുമഹാരാജ് കുളിക്കാൻ പോയാൽ അവിടെ 2 അസിസ്റ്റന്റ്മാരൊക്കെ വന്നാലുണ്ടാവും, പക്ഷെ ഫ്ലൈറ്റിൽ മാത്രം ആരും അടുത്ത് കാണില്ല. അത് മാത്രമാണ് എൻ്റെ വേസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആചാര്യന്റെ ചിന്ത എങ്ങനെ ഉണ്ടാകുന്ന നോക്കും അല്ലെ? അവരങ്ങനെയാണ്, എപ്പോഴും ആരുടെ കൂടെ ഇരിക്കാൻ ശ്രമിക്കും? ഭക്തന്മാരുടെ ഒപ്പം ഇരിക്കും. അപ്പൊ നമ്മൾ ഭക്തന്മാരുടെ ഒപ്പം അവരുടെ അതേ മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ചഞ്ചലം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഭക്തന്മാരുടെ കൂടെ ഇരുന്നാലും നമ്മുടെ ചിന്ത വേണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യും, ഇവരെനിക്ക് മാച്ചാവും, ഇവരെനിക്ക് മാച്ചാവില്ല, അങ്ങനെയൊക്കെ വിചാരിക്കും. അങ്ങനെ വിചാരിച്ചാൽ തന്നെ എന്ത് പോകും? നമ്മുടെ സമാധാനം. അങ്ങനെ വിചാരിച്ച ഒട്ടനെ ഇമീഡിയറ്റ് ആയിട്ട് നമ്മുടെ സമാധാനം. പക്ഷെ ഇല്ല, ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കില്ല. യാത്ര പോകുമ്പോൾ എന്താ വിചാരിക്കും? എല്ലാവരും പാട്ടും പാടി ഡാൻസും ആടി ഇങ്ങനെ ഉള്ളത് കഴിക്കും, പാടും, ഒരു സ്ഥലത്ത് പോകും, ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ വരുന്ന സാഹചര്യത്തിൽ ഇരിക്കുന്ന അസോസിയേഷനിൽ ചിലപ്പോൾ നമുക്ക് ആ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പം പുതിയതായിട്ട് വന്ന ഒരു ഭക്തന് സന്തോഷം ഉണ്ടാവും. ഫസ്റ്റ് നമ്മൾ ഇസ്കോണിൽ വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചിരിക്കും, എല്ലാം എൻജോയ് ചെയ്യും.
പിന്നെ ഒന്ന് ക്ലാസ് എടുത്താൽ എല്ലാം ഇങ്ങനെ ഇരിക്കും. എന്നെ കുറിച്ചാണോ പറയുന്നത്, നിന്നെ കുറിച്ചാണോ അത് കേൾക്കുമ്പോൾ തന്നെ മൈൻഡ് അങ്ങനെ സെറ്റാക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ സന്തോഷം നമുക്ക് വരില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മൈൻഡ് വേറെ. ഇപ്പം എന്താണ്, ഈ മൈൻഡ് കൃഷ്ണന്റെ കാര്യം അങ്ങനെ എടുക്കാനുള്ള മൈൻഡ് അല്ല ഇപ്പം ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ മൈൻഡ് കുറച്ച് മെച്യൂറായി എന്ന് പറഞ്ഞു. മെച്യൂർ റോങ് ആയി. പക്ഷെ തുടക്കത്തിലിരിക്കുന്നത്, അപ്പം നമ്മുടെ ഡിവോഷനിൽ കുറവുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ മാറണം എന്ന് പറഞ്ഞാൽ, തുടക്കത്തിൽ വന്നപ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെ ഉണ്ടായ അതുപോലെ ആയാൽ മതി, തിരിച്ചതേ സന്തോഷം. തുടക്കത്തിൽ വന്നപ്പോൾ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യില്ല, അല്ലേ? എല്ലാവരും ഡിവോട്ടിയാണ്, എല്ലാവരുടെ കാര്യങ്ങളും നമസ്കരിക്കും, എല്ലാവരുടെ ബ്ലെസ്സിങ്സ് എടുക്കും. പിന്നെ എന്താണ്, എല്ലാവരും പറയുന്നതും അനുസരിക്കും. അപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. ഇപ്പം എന്താണ്, ഇദ്ദേഹം കൊള്ളില്ല, ഇദ്ദേഹം കൊള്ളാം, ഇത് കൊള്ളാം, ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ സന്തോഷം. ഓക്കെ, അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത്, അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, അസംശയം മഹാബാഹോ മനോദുർനിഹരണം ചലം അഭ്യാസേന കൗന്ദേയ വൈരാഗ്യേന ച ലഭ്യതേ എന്ന് പറയുന്നുണ്ട്. ശ്രീ ഭഗവാൻ പറഞ്ഞു, മഹാബാഹുവായ കുന്തിപുത്ര, അസ്ഥിരമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ് എന്ന് പറയും. എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കാവുന്നതാണ്. അപ്പോൾ മനസ്സിനെ കൃഷ്ണൻ പറയുന്നത് അസംശയവും മഹാബാഹോ, അർജുന അത് വലിയ സംശയമേ വേണ്ട നിനക്ക് ആ കാര്യത്തിൽ. എന്ത് ചെയ്യണം? ദുർനിഗ്രഹം ചലം അഭ്യാസേന കൗന്ദേയ, നീ എന്ത് ചെയ്താലും പ്രാക്ടീസ് ചെയ്താലും ഇതൊരു പ്രാക്ടീസാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് സാധിക്കില്ല. ചില കാര്യങ്ങൾ നമ്മുടെ മൈൻഡിനെ പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കണം? ഈ ഭൗതിക ലോകം ഇങ്ങനെ ഉണ്ടാവും, ഇനി പോകുമ്പോൾ ചിലപ്പോൾ ഈ അവസ്ഥ കൂടുകയേ ഉള്ളൂ, ഈ ആൾക്കാരിലെ കുറവ് കൂടുകയേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അവരോടൊപ്പം ഇരുന്ന് അവരോടൊപ്പം കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യണം. ഉള്ള സേവനം എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കണം. കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാലും ഷെയർ ചെയ്ത് കഴിക്കണം എന്നെല്ലാം നമ്മൾ ആ ഭക്തനെ നമ്മളോട് ഒരാളായിട്ട് അങ്ങനെ കാണുകയാണെങ്കിൽ അല്ലെ, അപ്പൊ അതിനെ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ജപം പ്രാക്ടീസ് ചെയ്യണം. ഒന്നിച്ച് ഒരു നേരത്തെ വരണം, നേരത്തെ വന്നിട്ട് ഒരു 10 പേര് ഇരുന്നിട്ട് ഒന്നിച്ച് ജപിച്ച് നോക്കും. ഇന്ന് എല്ലാവരും ഒരു മാല ജപിക്കാറുണ്ട് അല്ലെ, വേണമെങ്കിൽ അരമണിക്കൂർ 4 മാല ജപിക്കാൻ ഉണ്ടാവും. എല്ലാവരും ഒന്നെങ്കിൽ അതിന് വ്യത്യാസം ഉണ്ടാവും. നേരത്തെ വന്ന് എല്ലാവരും കൂടെ ഇഷ്ടമുള്ള കീർത്തൻ പാടാം, ഒരു ഭജന എടുത്ത് വെച്ച് പഠിക്കാം, പാടാം, എല്ലാവരും ഒന്നിച്ച് പാടാം. കാരണം ഇതേ 1 മണിക്കൂർ വീട്ടിലുണ്ടെങ്കിൽ അവസ്ഥ വേറെയാണ്, സംശയമുണ്ട്. ഇതേ 1 മണിക്കൂർ ഒറ്റയ്ക്ക് തനിയെ ഇരുന്ന് നമ്മൾ ജപിക്കാം എന്ന് വിചാരിച്ചാൽ അവസ്ഥ വേറെ. അപ്പം കിട്ടുന്ന ചാൻസ്, ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് ഡിവോഷനിൽ പ്രാക്ടീസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ആ സ്ട്രോങ് ഡിവോഷൻ ഡിസ്കസ് ചെയ്ത് പഠിക്കും. നമ്മൾ ബുദ്ധിയുണ്ട്, വായിക്കാൻ അറിയാം, വായിക്കും. പക്ഷെ ഒന്നിച്ചിരുന്ന് വായിക്കും, ഒന്നിച്ചിരുന്ന് പഠിക്കും, വ്യത്യാസം ഉണ്ടാവും അല്ലേ? കാരണം നമ്മൾ അറിയാത്തത് ഹൃദയത്തിൽ, ഭഗവാനാണിത് പറഞ്ഞു തരുന്നത്, സർവസ്യജാഗം ഹൃദയസന്നിവിഷ്ട, ഹൃദയത്തിലിരിക്കുന്നതുകൊണ്ട് നമുക്കുള്ള ആ സംശയത്തിന് അല്ലെങ്കിൽ നമുക്കുള്ള ആ ചഞ്ചലത്തിനുള്ള ആൻസർ വേറൊരു ഡിവോട്ടി എടുത്ത് പറയും. ആ ഡിവോട്ടി ചിലപ്പോൾ ഭയങ്കര സ്മാർട്ടായിരിക്കില്ല, പക്ഷെ അന്ന് ആ ഡിവോട്ടിയെ കൊണ്ട് ആര് പറയിപ്പിക്കും? ഭഗവാൻ പറയും. ആർക്ക്? നമുക്ക് ഉത്തരം തരും. അപ്പൊ അതാണ് അസോസിയേഷൻ കൊണ്ടുള്ളത്. അത് റിയലൈസ് ചെയ്യാൻ പറ്റും, അത് നമ്മൾ അനുഭവിക്കണം. ഭഗവത്ഗീതയിൽ പറഞ്ഞതെല്ലാം വായിച്ചു പഠിച്ചു എന്ന് മാത്രമായാൽ പോരാ, നമ്മൾ റിയലൈസ് ചെയ്യും. കുറച്ചു കാലമാകുമ്പോൾ നമുക്ക് അടികൊണ്ട് നമ്മളെല്ലാം ഫേസ് ചെയ്ത് നമ്മൾ പഠിക്കും. അപ്പോൾ ഡിവോട്ടിയുടെ കൂടെ ഇരിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും നമുക്ക് അങ്ങനെ ഒരു ആൻസർ കിട്ടുകയാണെങ്കിൽ, നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണെങ്കിൽ ആ അസോസിയേഷനാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു എപ്പോഴും നമ്മൾ ഭക്തന്മാരുടെ അസോസിയേഷനിലിരിക്കണം, നാമജപം എപ്പോഴും ചെയ്യണം, പ്രസാദം തന്നെ കഴിക്കണം, സാത്വികമായിട്ടിരിക്കണം. അല്ലാതെ രജോ ഗുണത്തിൽ തന്നെ ഇരിക്കുക ശ്രമിച്ചാൽ പോകുന്നിടത്ത് കഴിക്കുക, കിട്ടുന്നത് കഴിക്കുക, അവോയ്ഡ് ചെയ്യണം മാക്സിമം. എവിടെയൊക്കെ കൃഷ്ണപ്രസാദം കഴിക്കാൻ പറ്റുമോ അവിടേക്ക് കഴിക്കും, എവിടെയൊക്കെ കൃഷ്ണനെ കുറിച്ച് കേൾക്കാൻ പറ്റുമോ അവിടേക്ക്. ഈ ഡിജിറ്റൽ കാര്യങ്ങൾ ഇതെല്ലാം മാറ്റി വരും. വേണമെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിക്കും, പക്ഷെ നമ്മൾ എന്താ ചെയ്യും? ഫോൺ വിളിച്ചിട്ട് വിഷ് ചെയ്യുന്നതിനും 2 പാഠമൊക്കെ കേട്ടിട്ട് വാട്സപ്പിൽ ചെയ്യുന്നതിനും വ്യത്യാസം ഉണ്ടാവില്ല. നേരെ ഒരു വീട്ടിൽ പോയിട്ട് വിഷ് ചെയ്യുന്നതിനും വ്യത്യാസം ഉണ്ടാവില്ല അല്ലേ? ഇല്ലേ? 3 വ്യത്യാസം. നമ്മൾ ഡെയിലി ഗുരുവിടെ ലെക്ചേഴ്സ് കേൾക്കും. ഞാൻ ഡെയിലി കേൾക്കാറുണ്ട്. കുഴപ്പമില്ല, ഇന്നത്തെ വന്നിട്ട് പോയില്ല, പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് പോകാതിരുന്നാലും ലോസാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ
ആ വ്യക്തി ഭാഗവത നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ആ ദർശനം അദ്ദേഹത്തിന് നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ഒരു തീർത്ഥത്തിൽ കുളിക്കുമ്പോഴാണ് ഒരു ബെനിഫിറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു. അത് ചിലപ്പോൾ തിരിച്ചു കിട്ടില്ല. ലൈഫ് പോയാൽ നഷ്ടപ്പെട്ടാൽ പെട്ടത് തന്നെ. സോ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിന് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സ്വല്പം ധർമ്മസ്യ ത്രായത്തെ മഹതോഭയ എന്ന് പറയുന്നത്. വലിയ ഭയത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. അപ്പോൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമ്മൾ കർമ്മ അകർമ്മ വികർമ്മ മനസ്സിലാക്കണം. കർമ്മ എന്താണെന്ന് മനസ്സിലാക്കണം, അകർമ്മ എന്താണെന്ന് മനസ്സിലാക്കണം, വികർമ്മ. അത് കഴിഞ്ഞിട്ട് കർമ്മത്തില് അകർമ്മത്തിനെ കാണണം, അകർമ്മത്തിൽ കർമ്മത്തിനെ കാണണം. ഇത് ഭഗവത്ഗീതയിൽ ഈ സയൻസ് പഠിക്കുന്നെങ്കിൽ അത്യാവശ്യത്തിന് ആ ഫിലോസഫി നമുക്കുണ്ട്. ഇനി അസോസിയേഷനിൽ മാത്രം ഇരുന്നാൽ മതി, ആ ഫിലോസഫി വർക്കാവും, ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, നിരന്തരം ജപം മുടങ്ങാതെ ചെയ്താൽ നമുക്ക് ആ പ്രോഗ്രസ് നമുക്ക് കാണാൻ സാധിക്കും. വേറെന്തെങ്കിലും സംശയം? അതുപോലെ ആർക്കും പ്രകൃതിയുമായിട്ട് ബന്ധമേ ഉണ്ടല്ലേ? കുട്ടികൾക്കൊന്നും പ്രകൃതിയുമായിട്ട് ഒരു ബന്ധമില്ലാതെയായിരിക്കും. കാരണം അവര് നടന്നല്ല സ്കൂളിൽ പോകുന്നത്. എങ്ങനെ പോകും? വണ്ടിയിലാണ് പോകും. സ്കൂളിൽ പോയിട്ട് സ്കൂളിലെ ചെടികളൊന്നും തുടരുത്, അതും അവരവരിങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്കൂളിൽ മാങ്ങ ഉണ്ടെങ്കിൽ കല്ലെറിഞ്ഞ് മാങ്ങ എടുക്കരുത്. ഇപ്പോൾ പണ്ടാണെങ്കിലോ പോകുന്ന വഴിക്കുള്ള മാങ്ങമാർ എല്ലാം എടുത്ത് എറിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെയാണ്. പ്രകൃതിയുമായിട്ട് കണക്ഷൻ ഇല്ല. പൂ എന്താണെന്ന് ഇപ്പം ഞാൻ ചോദിക്കുകയാണ് ഈ കുട്ടിയുടെ അടുത്ത്. കടുക് എവിടെ നിന്നാണ് കിട്ടുന്നത്? കടുക് അറിയോ? കടുക് അറിയോ? എത്ര സൈസ് ഉണ്ട്? അത് ഏത് മരത്തിൽ നിന്നായിരുന്നു? വലിയ മരമോ ചെറിയ മരമോ? ആ കായ എവിടെ, ഏത് മരത്തിൽ നിന്നാണ് വരുന്നത്? വാഴയിൽ നിന്നാണോ? കായ എന്താ? കായാണോ? കായം സപ്പോർട്ട് മരത്തിന്റെ കറി ആലോചിക്കുന്നവിടെ ഏത് മരത്തിലായോ കഴിക്കുന്നത്? കാരണം നമ്മൾ കഴിക്കുന്നുണ്ട് പലതും, നമുക്ക് അറിയില്ല ഇത് ഏതിലുള്ളതാണ്. നമുക്ക് പ്രകൃതിയുമായിട്ട് ബന്ധമില്ല അല്ലെ? കുട്ടികൾ തെങ്ങ് കാണുമ്പോൾ ഇത് എനിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം അതിൽ എനിക്ക് കയറാൻ പറ്റും, എടുക്കാൻ പറ്റും. കയറാൻ പറ്റില്ല, തീരുമാനിച്ചു. പ്രകൃതിയുമായിട്ട് കണക്ഷൻ ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡിഫക്ട്സ്. സോ നമ്മൾ കൃഷ്ണാവബോധത്തിൽ ഇരിക്കുമ്പോൾ അത്രയും കണക്ഷൻ ഉണ്ടാവും. ശ്രീ ശ്രീ രാധാ മാധവ്. അപ്പൊ നമുക്ക് പ്രകൃതിയുമായിട്ട് കണക്ഷൻ, ആ ചെടി ദിവസവും നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതും ഭഗവാന്റെ എനർജിയാണ് നമുക്ക് തോന്നും. ആ ഭഗവാൻ അത് എനർജി കൊടുത്തതുകൊണ്ടാണ്. എന്തും ഡിഫറെന്റ് ഫ്ലവേഴ്സ്, അതിന് സ്മെല്ല്, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭഗവാൻ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഡോ ആർക്കിഡ് കണ്ടിട്ടുണ്ടാവും. ഡോ ആർക്കിഡ് ഈ പ്രാവ് പോലെ ഇരിക്കും, വെളുത്തിട്ട് ആർക്കിഡിനകത്ത് അല്ലേ? അത് കാണാൻ ഭയങ്കര സ്മെല്ലാണ്. അതിനകത്ത് ശരിക്കും ഒറിജിനലി എന്താ പ്രാവ് ഇരിക്കുമ്പോൾ ഇരിക്കും. അതിൻ്റെ ചുണ്ട് കാണും, കണ്ണ് കാണും, ഒക്കെ കാണും. അപ്പോൾ തന്നെ അതിനെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭഗവാന്റെ സൃഷ്ടി എന്തൊക്കെയാണ് അല്ലേ? ഒരുപാട് തരത്തിൽ മീനുകൾ പോകുമ്പോൾ എന്താണ് ഭഗവാന്റെ സൃഷ്ടി. അതേ ചാടി നടക്കുന്ന മീനിനെ ഒരു എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്ത് എൻജോയ് ചെയ്ത് നടന്നു, ഇതെന്തുകൊണ്ട് ഇങ്ങനെ പോയി. അപ്പൊ അത് ചിന്തിക്കാൻ പറ്റും. ഒരു ഡിവോട്ടി ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യും ഇമ്മീഡിയറ്റ്, ഇതെന്തായിരിക്കും, എന്താ